അപ്പൊ മിന്റോ മോർലി ഭരണപരിഷ്കാരവും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും ഒക്കെ ആയല്ലോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭരണപരിഷ്കാരമാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചതായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഏത് നിയമമാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935നോടാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് സർ മോറിസ് ലിൻഫോർഡ് ഗെയർ ആണ്. സർ മോറിസ് ലിൻഫോർഡ് ഗെയർ ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കുമ്പോൾ 35 പാസ്സാക്കുമ്പോൾ 35 പാസ്സാക്കുമ്പോൾ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് വെല്ലിംഗ്ടൺ പ്രഭു. നമ്മുടെ വെൽനെസ്സിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക കേട്ടോ. നമ്മുടെ അതായത് നമുക്കൊരു ഭരണഘടന വേണം, അല്ലെ നമുക്കൊരു ഭരണഘടന വരാൻ ഏറ്റവും അധികം അടിത്തറയിട്ടത് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പം നമുക്കൊരു വെൽനെസ് എന്ന് ഓർക്കുക. പാസ്സാക്കുന്ന സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ഓക്കെ, രണ്ട് വൈസ്രോയിമാരെ പഠിക്കാനുണ്ട്, അത് തിരിഞ്ഞു പോവാതിരിക്കാനാണ് പറയുന്നത്. പാസ്സാക്കുമ്പോൾ വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ ഏറ്റവും വലിയ നിയമനിർമ്മാണമാണ് ഏതെന്ന് പറയുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, അപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ നിയമനിർമ്മാണം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935നോടാണ്. പാസ്സാക്കുന്നത് 35-ലാണെങ്കിലും നിലവിൽ വരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് 1937-ലാണ്. നിലവിൽ വരുമ്പോൾ വൈസ്രോയി മാറി. നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി ആണ് ലിൻ ലിത്ഗോ പ്രഭു. ലിൻ ലിത്ഗോ പ്രഭു. ഓക്കെ, യു ക്യാൻ ഗോ. അപ്പൊ എന്താണ് നിലവിൽ വന്നപ്പോൾ എന്താണ്? ഗോ ഇനി മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലായി. ഓക്കെ, അപ്പൊ പാസ്സാക്കുന്ന സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആണ്. ഓക്കെ, ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി നിലവിൽ വന്നു. എന്നാണെന്ന് ചോദിച്ചാൽ 37 ഒക്ടോബർ 1-നാണ് നിലവിൽ വരുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് നിലവിൽ വരുന്നത്. അപ്പൊ ആദ്യമായി ഒരു ഫെഡറൽ കോടതി നിലവിൽ വരികയാണ്. 1937 ഒക്ടോബർ 1-നാണ് നിലവിൽ വരുന്നത്. ഈ ഫെഡറൽ കോടതിയാണ് പിൽക്കാലത്ത് അതായത് 1950 ജനുവരി 28-ന് നമ്മുടെ സുപ്രീം കോടതിയായിട്ട് മാറി. ഓക്കെ, 1950 ജനുവരി 28-ന് നമ്മുടെ സുപ്രീം കോടതിയായിട്ട് മാറിയത് 37 ഒക്ടോബർ 1-ന് രൂപീകരിച്ച ഫെഡറൽ കോടതിയാണ്. ഇത് വരാനുണ്ടായ കാരണം എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി ഈ 35 ആക്ട് പ്രകാരം പല വേർപാടുകളും ഉണ്ടായി. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും ബർമയെ വേർപെടുത്തി. വേർപെടുത്തിയത് 1937-ലാണ് 35 ആക്ട് പ്രകാരം. അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്തി, ബീഹാറിൽ നിന്ന് ഒഡീഷയെ വേർപെടുത്തി. അപ്പൊ 3 വേർപാടുകൾ പഠിക്കുക. ഇന്ത്യയിൽ നിന്നും ബർമയെ വേർപെടുത്തി 37, ബീഹാറിൽ നിന്നും ഒഡീഷയെ വേർപെടുത്തി, ബോംബെയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്തി. ഓക്കെ, ഇനി എന്താണ് നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അന്ന്, അല്ലെ? അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നു? ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? നാട്ടുരാജ്യങ്ങളുടെയും ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ഐക്യം നിലനിർത്താനായിട്ട് ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവന്നതും ഏത് നിയമപ്രകാരമാണ്? ഏത് വ്യവസ്ഥ പ്രകാരമാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. അപ്പൊ ദ്വിഭരണം നടപ്പിലാക്കിയതിനെ പറ്റി നമ്മൾ പറഞ്ഞു, അല്ലെ? ദ്വിഭരണം,
രണ്ടെണ്ണം ഉണ്ട്, 19 അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. പക്ഷേ ആ ദ്വിഭരണം പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചു. ഓക്കെ, പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചു, പ്രവിശ്യകളിലാണ് അവസാനിപ്പിച്ചത്. എന്നാൽ കേന്ദ്രത്തിൽ ദ്വിഭരണം കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അപ്പൊ പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കുകയും കേന്ദ്രത്തിൽ ദ്വിഭരണം കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം വ്യവസ്ഥ ചെയ്ത ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ, സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം. അതുപോലെ സംസ്ഥാന ഭരണത്തലവൻ ഗവർണർ ആണ് എന്നുള്ള ആശയം കൈക്കൊണ്ടതും ഏതിൽ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പോൾ സംസ്ഥാന ഭരണത്തലവൻ ആരാണ്? ഗവർണർ എന്ന ആശയം കൈക്കൊണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എന്താ പറഞ്ഞത്? ശക്തമായ ബ്രേക്കുകൾ ഉണ്ട്, പക്ഷെ എന്തില്ല? എഞ്ചിൻ ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞത്. ഈ പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പൊക്കെ നടന്നില്ലേ? അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 1937 ആ തെരഞ്ഞെടുപ്പിൽ 11 പ്രവിശ്യകളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 6 പ്രവിശ്യയിലും കോൺഗ്രസ് എന്ത് ചെയ്തു? കേവല ഭൂരിപക്ഷം നേടി. ഓക്കെ, കേവല ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് ആണ്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെയും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമന്റുകൾ, വിലപ്പെട്ട കമന്റുകൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നിങ്ങൾ അത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.